ഇടയ്ക്കിടെയുണ്ടാകുന്ന ഗ്യാസും വയറുവേദനയും, വലതു ചുമലിൽ വരുന്ന കഴപ്പ് ഇവയുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. അത് ചിലപ്പോൾ ഗാൾ ബ്ലാഡർ സ്റ്റോൺ അഥവാ പിത്താശയത്തിൽ കല്ലിൻ്റെ ലക്ഷണമാകാം. നമ്മുടെ മാറി മാറി വരുന്ന ഭക്ഷണ രീതികൾ, അതായത് ഫാസ്റ്റ് ഫുഡ് ഭക്ഷണങ്ങൾ, എണ്ണയും മുളകും മസാലയുടെയും അമിത ഉപയോഗം, പതിവായി ഇറച്ചി ആഹാരങ്ങൾ ഉപയോഗിക്കുക, വ്യായാമക്കുറവ്, അമിതവണ്ണം ഇവയുടെ ഒരു കോമ്പിനേഷൻ രോഗമാണ് പിത്താശയത്തിൽ കല്ല്. കരളിനോട് ചേർന്നിരിക്കുന്ന പിത്തസഞ്ചിയിൽ കല്ല് രൂപാന്തരം പ്രാപിക്കുന്നത് ഇപ്പോൾ സാധാരണയാണ്. കൊഴുപ്പുള്ള ഭക്ഷണങ്ങൾ, പാൽ ഇവ കഴിക്കുമ്പോൾ വയറിൽ അസ്വസ്ഥതയും ഗ്യാസും ഉണ്ടാകുന്നുവെങ്കിൽ നാം പിത്താശയത്തിൽ കല്ലുണ്ടോ എന്ന് പരിശോധിക്കണം. പിത്താശയത്തിൽ കല്ല് ഉണ്ടായാൽ ആധുനിക വൈദ്യശാസ്ത്രത്തിൽ സർജറിയിലൂടെ പിത്തസഞ്ചിയാകെ നീക്കം ചെയ്യുന്ന ചികിത്സാ രീതിയാണ് ഇപ്പോൾ നിലവിലുള്ളത്. എന്നാൽ ഓപ്പറേഷൻ കൂടാതെ തന്നെ പിത്താശയത്തിലെ കല്ല് പുറത്തു പോകാനുള്ള ഒറ്റമൂലി എത്നിക് ഹെൽക്കോട്ട് അവതരിപ്പിക്കുന്നു. ഇത് ചൈനീസ് ഡോക്ടറായ ലായ് ചുയ് നാൻ തൻ്റെ ക്ലിനിക്കൽ ട്രയലിൽ കണ്ടുപിടിച്ച ലോജിക്കൽ ട്രീറ്റ്മെൻറ്റ് മെത്തേഡാണ്. കഴിഞ്ഞ 10 വർഷങ്ങളിൽ അനവധി പേർ ഉപയോഗിച്ച് വളരെ ഫലപ്രദമെന്ന് അഭിപ്രായപ്പെട്ടിട്ടുമുണ്ട്. പിത്താശയത്തിൽ കല്ല് അലിഞ്ഞു പോകാനുള്ള ഒറ്റമൂലി ഇനി പറയുന്നു. ആദ്യത്തെ 4 ദിവസം രാവിലെ വെറും വയറ്റിൽ 200 ml വീതം റാഡിഷ് ജ്യൂസ് കഴിക്കുക. റാഡിഷ് ജ്യൂസിന് പിത്താശയത്തിൽ കല്ലിൻ്റെ വലിപ്പം കുറയ്ക്കുവാനും കരൾ ശുദ്ധീകരിക്കുവാനുമുള്ള കഴിവുണ്ട്. 5-ാം ദിവസം മുതൽ തുടർച്ചയായി 5 ദിവസം 4 നേരം 250 ml ആപ്പിൾ ജ്യൂസ് വീതം കഴിക്കുക. ആപ്പിൾ ജ്യൂസിൽ വെള്ളമോ പഞ്ചസാരയോ ചേർക്കരുത്. ആപ്പിൾ ജ്യൂസിന് പിത്താശയത്തിലെ കല്ലിനെ മൃദുവാക്കാനുള്ള കഴിവുണ്ട്. ഈ ദിവസങ്ങളിൽ എല്ലാ ഭക്ഷണങ്ങളും കഴിക്കാം. ഭക്ഷണത്തിൽ അമിത എരിവോ കൊഴുപ്പോ ഉണ്ടാകാതെ ശ്രദ്ധിച്ചാൽ മതി. 10-ാം ദിവസം അത്താഴം ഒഴിവാക്കുക. ഉച്ചയ്ക്കുള്ള ഭക്ഷണശേഷം മറ്റൊന്നും കഴിക്കരുത്. വൈകിട്ട് 6 മണിക്ക് 1 ടീസ്പൂൺ എപ്സം സാൾട്ട്, അതായത് നമ്മുടെ നാട്ടിൽ സുലഭമായി ലഭിക്കുന്ന മെഗ്നീഷ്യം സൾഫേറ്റ് ക്രിസ്റ്റലുകൾ 1 സ്പൂൺ എടുത്ത് 1 ഗ്ലാസ് ചെറു ചൂടുവെള്ളത്തിൽ അലിയിച്ച് കുടിക്കുക. 8 മണിക്ക് 1 തവണ കൂടി ഇത് റിപ്പീറ്റ് ചെയ്യുക. രാത്രി 10 മണിക്ക് പകുതി ഗ്ലാസ് ഒലിവ് ഓയിലിനൊപ്പം പകുതി ഗ്ലാസ് നാരങ്ങ നീര് മിക്സ് ചെയ്ത് കുടിക്കുക. ഈ കോമ്പിനേഷൻ പിത്താശയത്തിലെ കല്ലിനെ പുറന്തള്ളാൻ സഹായിക്കും. കുറച്ച് കഴിഞ്ഞ് ടോയ്ലറ്റിൽ പോകണമെന്ന് തോന്നും. പോകുമ്പോൾ പച്ച നിറത്തിലുള്ള പിത്താശയ കല്ലുകൾ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നത് കാണാം. 2 ദിവസം കഴിഞ്ഞ് നിങ്ങൾ വയർ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്ത് നോക്കുക. പിത്താശയത്തിലെ കല്ല് മുഴുവൻ പോയിട്ടുണ്ടാകും. വയറിൽ അൾസർ രോഗമുള്ളവരോ ഗുരുതരമായ കരൾ രോഗമുള്ളവരോ ഈ ചികിത്സ ചെയ്യരുത്. പൊതുസമൂഹത്തിന് ഏറ്റവും ഉപകാരപ്രദമായ ഹെൽത്ത് ഇൻഫർമേഷൻ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ethnichealthcode.com.